അമൃതാനന്ദമയി മഠത്തിനെതിരായ വെളിപ്പെടുത്തലുകൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറില്ല. പറയുന്നവന്റെ കിറുക്ക് എന്നതായിരുന്നു ആത്മീയ രാഷ്ട്രീയവാദികളുടെ കാഴ്ചപ്പാട്. ആൾദൈവങ്ങൾ ആത്മീയതയുടെ പരിവേഷത്തിൽ പൂർവാശ്രമവും പൂർവനാമവും പൂർവ്വവേലയും മറന്ന് ഭജനകൾ പാടുമ്പോൾ എന്താണ് ദൈവം എന്ന് ചോദിച്ചു പോയാലും കുടുങ്ങും. കാരണം ആശുപത്രിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കച്ചവടാടിസ്ഥാനത്തിൽ നടത്തലല്ലോ ദൈവത്തിന്റെ തൊഴിൽ. എന്തായാലും ഓസ്ട്രേലിയക്കാരിയായ ഗെയിൽ ട്രെഡ്വെല്ലിന് ഇതൊന്നും ആദ്യം ബോധ്യമായിരുന്നില്ല. 2 ദശകത്തോളം അമ്മ മഹാത്മ്യവും പഠിച്ചതോടെ കാര്യം പിടികിട്ടി. അക്കാലത്ത് അനുഭവിച്ച അനാശാസ്യത്തിന്റെയും ക്രമക്കേടുകളുടെയും കഥ അവർ ഹോളി വെൽ എന്ന പുസ്തകത്തിൽ എഴുതി. നമ്മുടെ ആശ്രമങ്ങളിൽ ആശ്രമത്തിൻ്റെ രീതിയല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുവെന്നാണ് ഈ വെളിപ്പെടുത്തൽ കാണിക്കുന്നത്. ഇത് സർക്കാർ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. അരുളപ്പാട് തീരും വരെ അനങ്ങാതുരിയാടാതകന്നു മാറി നിൽക്കണം. കാത്തുപുറത്ത് മാപ്പ് തരാൻ കാലത്തും കാലം തെറ്റിയും വിളിച്ചപേക്ഷിക്കുമ്പോ ഊരം തട്ടാതെ കാത്തുരക്ഷിച്ചു പോരുന്ന കമ്പക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്. അനുസരിക്കില്ലേ? എന്താ ഇതൊക്കെ? നിർത്തതിന്റെ നാവാട്ടം. മദ്യസേവ കൊണ്ട് മനോനില തെറ്റിയ കുലദ്രോഹി, മംഗല്യം ചാർത്തിയ വെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കുന്ന സാമദ്രോഹി, ശബ്ദിച്ചു പോകരുത്. നിത്യം തെളിയിക്കുന്നത് നികത്തിക്കാതെ മതികെട്ടുറങ്ങിയില്ലേ? കുലധർമ്മപത്നിയുടെ മാനം കെടുത്തി സ്വന്തം ചോരയെ പെരുവഴിയിൽ എറിഞ്ഞു കളഞ്ഞില്ലേ? മാതാമൃതാനന്ദമയിന്റെ മഠത്തിൽ നടന്നുവെന്ന് പറയുന്ന കാര്യം ആ മഠത്തിന് പുറത്തുള്ളി ആരും പറഞ്ഞതല്ല. വിശ്വാസം അതല്ലേ എല്ലാം. ഈ ഒരൊറ്റ പ്രശ്നം തന്നെയാ പഴയ പാർട്ടി വിടാനുള്ള കാരണം. യുക്തിഭദ്രമല്ലാത്ത ഒന്നിനും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവൂല. ദേ ഇവനെ പോലെ. നല്ലത് എന്തു വന്നാലും അവസാനം തിരിച്ചറിയണോരാ നിങ്ങള്. അതാ ചരിത്രം. കാണാൻ പോണ പൂരം എന്തിനാ പറഞ്ഞിരിക്കണേ? അവരുടെ കൂടെ ഇവർക്ക് വലിയ സ്ഥാനമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ വനിതക്ക് ഒരു വിദേശ വനിതയാണ്. അവര് നല്ലതുപോലെ ആദരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് പറയുന്നത്. സുമംഗലപുരം. അപ്പൊ മരുതപുരം അത് കുറച്ചു കാലം മുമ്പ്. ആമാ ഇത് നമ്മ ഹോട്ടലിലെ പൊണ്ണ് സുമതാനെ. ദേവി അങ്ങനെയൊന്നും വിളിക്കരുത്. അമ്മ ഭഗവതിയാ. ആദിഗുരുനാഥേ അമ്മേ നമസ്തേ, അമൃതകല ചോടുന്നൊരമ്മേ നമസ്തേ. ആദിഗുരുനാഥേ അമ്മേ നമസ്തേ, അമൃതകല ചോടുന്നൊരമ്മേ നമസ്തേ. സർവവരദേ മഹാലക്ഷ്മി നമോസ്തുതേ, സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ, അമ്മേ ഭഗവതി. പക്ഷെ അവർക്കുണ്ടായ അനുഭവങ്ങളാണ് അവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് എനിക്ക് നിയമപരമായിട്ട് അറിയില്ല. അത് അവരൊരു പരാതിയായിട്ട് ഇവിടെ ഉന്നയിച്ചിട്ടില്ല. ഇപ്പം അവരൊരു പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇതേക്കുറിച്ച് വാർത്ത നൽകിയ ചാനലുകൾ കണ്ടുകൂടാത്തവരായി ചില കൊട്ടേഷൻ സംഘങ്ങൾ മാധ്യമങ്ങൾക്കെതിരെ സമരവും നടത്തി. എന്നാൽ അനുഭവസ്ഥരായ മലയാളികൾ പറയുന്ന കഥകളും ഞെട്ടിക്കുന്നതാണ്. പോരാനുള്ള കാര്യമല്ല, ഈ അടുത്തിടെയായി ഈ ആശ്രമത്തിന്റെ കുറച്ച് കാര്യങ്ങളുമായി അമ്മ എന്നെ ബന്ധപ്പെടുത്തി. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി അമ്മ എന്നെ ബന്ധപ്പെടുത്തി. അതിൽ നീതിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ കാണുകയും അതിനെ ഞാൻ ചോദ്യം ചെയ്യുകയും ചെയ്ത് അമ്മയെ അറിയിച്ചപ്പോൾ അവിടെ നിന്നെല്ലാം എനിക്ക് ഭീഷണിയുടെ സ്വരമാണ് ഉണ്ടായിരുന്നത്. അപ്പം തീർച്ചയായും ഇത് നീതിക്ക് നിരക്കാത്ത രീതിയിലാണ് ഈ ആശ്രമം മുന്നോട്ട് പോകുന്നത്. സ്വാമിമാരാണ് പ്രശ്നമെങ്കിലും ആ സ്വാമിമാരാണ് പ്രശ്നമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വിവരങ്ങളെല്ലാം അമ്മയെ അറിയിക്കുന്നത്. അമ്മയും ഇതിന് കൂട്ടുനിൽക്കുകയാണ്. എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആശ്രമവുമായി ബന്ധപ്പെട്ട പലരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അതിനൊന്നും നിന്നിട്ട് ഒരു കാര്യമില്ലെന്നാണ് എന്നോട് അവർ പറഞ്ഞത്. ചില ജനപ്രതിനിധികളുമായിട്ട് വരെ ഞാൻ സംസാരിച്ചു ഈ കാര്യങ്ങൾ. ജീവിതം തന്നൊരമ്മേ, ഒരു സുഖദ വീതികൾ തെളിക്ക നീ അമ്മേ, ഒഴുകുന്ന പൊരിവെയിൽ കുട
അമ്മയുടെ ആഗ്രഹമനുസരിച്ച് കേരളത്തിന്റെ പകുതി ഭാഗം അമ്മയുടെ കയ്യിൽ നിൽക്കണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അമൃതാനന്ദമയി മഠം സമൂഹത്തിന് ചെയ്യുന്ന വലിയ കാര്യങ്ങൾ, ആ പ്രവർത്തനങ്ങളുമൊക്കെയായി സഹകരിക്കുകയും പലതിൽ പങ്കാളിയാകുകയും ചെയ്ത എനിക്ക് ആ വലിയ സേവനം സമൂഹം കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. ആമാ ഇത് നമ്മ ഹോട്ടലിലെ പൊണ്ണ് സുമതാനെ. ദേവി അങ്ങനെയൊന്നും വിളിക്കരുത്. അമ്മ ഭഗവതിയാ. സമാന്തര സർക്കാരുകളായി പ്രവർത്തിക്കുന്ന ആത്മീയ കേന്ദ്രങ്ങളുടെ അന്തർനാടകങ്ങൾ കേൾക്കുമ്പോൾ ആരും ഒന്ന് തലയിൽ കൈവച്ചു പോകും. രോഗബാധിതനായി ആശുപത്രിയിൽ കഴിയവേ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെത്തിയ വൈദികനോട് AT കോവൂർ പണ്ട് ചോദിച്ച ലളിതമായ ചോദ്യമാണ് ഓർമ്മ വരിക. രോഗം മാറുമ്പോൾ ക്രെഡിറ്റ് മുഴുവൻ ആ ദൈവം കൊണ്ടുപോകില്ലേ? പാവം ഡോക്ടറും മരുന്നും അപ്രസക്തനാവുകയും ചെയ്യും. ഇനിയൊരു ഇടവേളയാണ്. അത് കഴിഞ്ഞ് മക്കൾ രാഷ്ട്രീയം.